بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ UAE-യിലാണ്. ഇവിടെ സാധാരണ ഓരോ ദിവസവും 4ഉം 5ഉം 6ഉം ശരിക്കും ചില ദിവസങ്ങളിൽ 10ഉം 12ഉം ആളുകൾ മരണപ്പെടുന്നു. അപ്പോൾ ഈ മരണപ്പെടുന്ന ആളുകളെ നാട്ടിലേക്ക് കയറ്റി അയക്കാറുണ്ട്. അപ്പോൾ അതിവിടെയുള്ള പല സാമൂഹ്യ പ്രവർത്തകരും സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞ് സോഷ്യൽ വർക്കർമാർ, അതുപോലെ നന്മ മരങ്ങൾ, ഇങ്ങനെ പല ആളുകളുണ്ട് ഇങ്ങനെ കയറ്റിവിടുന്നത്. എന്നാൽ നമ്മളെ പൊതുജനങ്ങൾക്ക് ഇത് എന്താണ്, ഇത് എത്ര രൂപയാകും ഇത് കയറ്റിവിടുന്നതിന് എന്നതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഇല്ല. എത്ര രൂപയാണ് ഇതിൻ്റെ ചെലവ് വരുന്നതെന്നുള്ളത്. അപ്പോൾ പല ആളുകളിൽ നിന്നും പല രീതിയിലാണ് ഈ ആളുകൾ, ഈ ചെയ്തു കൊടുക്കുന്ന ആളുകൾ പൈസ വാങ്ങുന്നത്. അപ്പോൾ സാധാരണക്കാരായ ആളുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകുന്നത്. അതിൻ്റെ പ്രധാന കാരണമുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. ഇത് പറഞ്ഞിട്ട് പറയാം. അതായത് എംബാമിങ്ങിന് ആംബുലൻസിനും പെട്ടിക്കുമായിട്ട് 3050 ദിറംസാണ് ചെലവ് വരും. കാർഗോയ്ക്ക് 3000 ദിറംസാണ്. ടൈപ്പിങ്ങിന് ഇതിൻ്റെ ഡോക്യുമെന്റ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 100 ദിറംസാണ് ഉള്ളത്. അത് പല ടൈപ്പിംഗ് സെൻ്ററുകാരും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബോഡിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അവർ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിസ ക്യാൻസലേഷന് അദ്ദേഹത്തിന്റെ വിസ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പാസ്പോർട്ടുമായി പോയിട്ട് വിസ ജവാസാത്തിൽ പോയി വിസ ക്യാൻസൽ ചെയ്തതിന് ഇമിഗ്രേഷനിൽ പോയിട്ട് ക്യാൻസൽ ചെയ്തിട്ട് മേടിക്കുന്നതിന് 360 ദിറംസാണ് ചെലവ് വരുന്നത്. പിന്നെ ഉള്ളത് ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ആ ഡെത്ത് സർട്ടിഫിക്കറ്റിന് 140 ദിറംസാണ് ചെലവ് വരിക. അങ്ങനെ ടോട്ടൽ 6550 ദിറംസാണ് ഒരു ബോഡി ഇവിടെ നിന്ന് നാട്ടിലേക്ക് കയറ്റി അയക്കുവാൻ വേണ്ടിയുള്ള എക്സ്പെൻസ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇത് പറയാൻ കാരണം, ഈ അടുത്ത സമയത്ത് ഒരാൾ മരണപ്പെട്ട എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ബന്ധുവാണ് മരണപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, എങ്ങനെ കയറ്റി വിടുന്നു. ഞാൻ ഒരാൾ നമ്പർ തരാമെന്ന് പറഞ്ഞ് നമ്പർ സെർച്ച് ചെയ്ത് തിരിച്ച് വിളിക്കുമ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ് ഇവിടെ ഒരാൾ എത്തിയിട്ടുണ്ട്, ഇന്ന ആളാണ്, പേര് പറഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ പേര് പറയുന്നില്ല, കാരണം ഒരാളെ നമ്മൾ മോശക്കാരാക്കുന്നില്ല, ആയിക്കോട്ടെ. ആ പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ അറിയുന്ന ആളാണ്, നമ്മൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളാണ്, ഒരു നന്മമരമാണ്, അങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നെ സംബന്ധിച്ച് ആ നിമിഷം വരെയും ഞാൻ അദ്ദേഹത്തോടുള്ള ബഹുമാനവും സ്നേഹമൊക്കെ ഉള്ള ആൾ തന്നെ ആയിരുന്നു. പക്ഷെ ഇത് ബാക്കി പറയാം. അങ്ങനെ ഇവർ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അവസാനം ഞാൻ ചോദിച്ചിട്ട് എല്ലാ ബോഡിയൊക്കെ കയറ്റി വിട്ടതിന് ശേഷം ഞാൻ ചോദിച്ചു, എത്ര രൂപയായി നിങ്ങൾക്ക് എക്സ്പെൻസ് ആയെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു 8500 രൂപ അവരെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് ബില്ല് തന്നിട്ടുണ്ട്. 8500. പിന്നെ ഹോസ്പിറ്റലിൽ 22,000 രൂപ ബില്ലുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾ സെറ്റിൽമെന്റ് ചെയ്യാം, നിങ്ങൾ ഒരു 2500 രൂപ സംഘടിപ്പിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞ് 2500 രൂപ അങ്ങനെയും മേടിച്ചു. പിന്നെ അവരുടെ പേരിൽ എന്തോ ചെക്ക് കേസോ അങ്ങനെ എന്തോ കേസ് ഉണ്ടായതിൻ്റെ പേരിൽ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 2000 ദിറംസ് വേണമെന്ന് പറഞ്ഞ് ആ 2000 ദിറംസ് കൊടുത്തു. അങ്ങനെ മൊത്തത്തിൽ ടോട്ടൽ 13,000 ദിറംസ് ഈ വ്യക്തിയിൽ നിന്ന് ഇദ്ദേഹം കൈപ്പറ്റി. ഇതറിഞ്ഞപ്പോൾ അതെനിക്ക് വല്ലാത്ത വിഷമം തോന്നി. കാരണം നമ്മൾ വളരെ ഒരു നന്മപരമാണെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിനോട് നമുക്ക് ഒരത്രയും ആദരവും ബഹുമാനമൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പം ഞാനത് വിളിച്ച് ചോദിച്ചപ്പം അവർ അവിടെ നിന്ന് തട്ടി ഇങ്ങോട്ട് തട്ടി, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്, അത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്, മറ്റാണെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലായത് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് കഴിഞ്ഞാൽ അവരെ നമുക്ക് നന്നാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയോട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക, ആർക്കും ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ മരണപ്പെടുമ്പം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നും ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇത് സ്ഥിരമായി ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. അല്ലാത്തവർ പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ നിങ്ങളെ സമീപിക്കുന്നെങ്കിൽ അവർക്ക് ഇത് ചെയ്യാൻ വിട്ടുകൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അവർ ചെയ്യണ്ടേ, അവർക്ക് വേണ്ടുന്ന രൂപത്തിൽ ഈ കൃത്യമായ ഈ തുക നിങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കണം ഓരോന്നിനും. ആ പൈസ മാത്രമേ നിങ്ങൾ കൊടുക്കാവൂ. അതിന് പുറമെ അവർ നിങ്ങളെ സഹായിക്കുന്നതിന് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എന്തെന്ന് വെച്ചാൽ കൊടുക്കാം. 200, 300, 400, 500 ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അത് അവരുടെ ഒരു കഷ്ടപ്പാടിന്റെ ഇതല്ലേ, അത് അവരോട് ജീവിച്ചിട്ട്. പക്ഷെ അങ്ങനെ പൈസ വാങ്ങുന്നവർ സമൂഹത്തിൽ ഞങ്ങൾ സോഷ്യൽ വർക്കറാണെന്ന് പറഞ്ഞ് നടക്കരുത്. അപമാനമാണത്. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾ പൈസ വാങ്ങുന്നുണ്ടല്ലോ, ഇപ്പൊ അധികവും വാങ്ങുന്നുണ്ട്. ഇനി മറ്റൊരു ഇതുകൂടെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്, പല ആളുകളും ഇത് പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഇവരെന്ന് പൈസ വാങ്ങി നാട്ടിൽ അയച്ച കൂടി തന്നെ അതിൻ്റെ രേഖകൾ കൊണ്ടുപോയി കൗൺസിലേറ്റിൽ കൊടുത്ത് പൈസ വാങ്ങുന്നവരും ഉണ്ട്. അതിന് പുറമെ ഇവിടെ ബിസിനസ്സുകാരായ ആളുകളിൽ നിന്ന് ഇതുപോലെ ഒരു ബോഡി കയറ്റി വിടാറുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ സമീപിച്ച് അവരെന്നും പൈസ വാങ്ങുന്നവരുണ്ട്. അപ്പം ഇങ്ങനെ പല രീതിയിൽ
ആളുകളെ പൈസ തട്ടി ജീവിക്കുന്ന കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കട്ടെ. പൈസ കൊടുക്കുന്ന ബിസിനസ്സുകാരും ഈ നന്മ മരങ്ങളെയൊക്കെ അപ്പടി അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാതെ അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് തിരക്കിയിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യാവൂ. നിങ്ങൾ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. കാരണം ഇതുപോലെ ഇങ്ങനെയുള്ള ആളുകളെ കാരണം സാധാരണക്കാർക്കും കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ വരും. ചിലപ്പോൾ അവർ അത്യാവശ്യക്കാരനത് കിട്ടി ആ നാട്ടിലേക്ക് പറഞ്ഞു വിടാൻ നിങ്ങൾ കൊടുക്കാൻ നിൽക്കുന്നവർക്കും നിങ്ങൾ കൊടുക്കാത്തൊരവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് സത്യസന്ധമായി ഇതിനെ ചെയ്യുന്നവരാണോ എന്ന് അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ കൊടുക്കാൻ എന്ന് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഇതിലിപ്പോൾ ചതിക്കപ്പെടാൻ ആർക്കും ഇങ്ങനെ പൈസ ആവശ്യമില്ലാതെ, കാരണം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ വളരെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പലിശയ്ക്ക് വരെ പൈസ എടുത്തിട്ടാണ് ഇതൊക്കെ കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമം തോന്നി. അതുകൊണ്ടാണ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഈ വിഷയത്തിൽ വളരെ രീതിയിൽ ഗൗരവമായി നിങ്ങൾ ഇത് ചിന്തിക്കുകയും നിങ്ങളത് ശ്രദ്ധിക്കുകയും വേണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു സന്ദേശം നിങ്ങൾ എല്ലാ പ്രവാസികളിലേക്കും ഒന്ന് എത്തിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.